ലിസാനുൽ ഖുർആനിലെ മൂന്നാമത്തെ പാഠം അദ്ദർസു സാലിസു അൽ ബൈത്തു. പാഠം 3 അൽ ബൈത്തു വീട്. ഇനി നമുക്ക് പാഠം നോക്കാം. ഹാദാ ബൈത്തുൻ ഇതൊരു വീടാകുന്നു. അൽ ബൈത്തു ജമീലുൻ ജമീലുൻ ഭംഗിയുള്ളത്. വീട് ഭംഗിയുള്ളതാകുന്നു. ഫിനാഉൽ ബൈത്തി റായിഉൻ ഫിനാഉൻ മുറ്റം, റായിഉൻ മനോഹരമുള്ളത്. ഫിനാഉൽ ബൈത്തി റായിഉൻ വീടിൻ്റെ മുറ്റം മനോഹരമുള്ളതാണ്. വഹുവ മുംതലിഉൻ ബിൽ ആറാസി വൽ അഷ്ജാരി മുംതലിഉൻ നിറഞ്ഞത്, ആറാസുൻ ചെടികൾ, അഷ്ജാറുൻ മരങ്ങൾ. വീടിൻ്റെ മുറ്റം എങ്ങനെയുള്ളതാണ്? അത് ചെടികളും മരങ്ങളും നിറഞ്ഞതാണ്. ഇന്ദൽ ബൈത്തി അഷ്ജാറുൻ വീടിൻ്റെ സമീപം അഷ്ജാറുൻ മരങ്ങളുണ്ട്. ഇന്ദൽ ബൈത്തി വീടിൻ്റെ സമീപം, വീടിൻ്റെ അടുക്കൽ മരങ്ങളുണ്ട്. അൽ അഷ്ജാറു കബീറത്തുൻ മരങ്ങൾ എങ്ങനെയുള്ളതാണ്? കബീറത്തുൻ വലുതാണ്. അലൽ അഷ്ജാരി സിമാറുൻ കസീറത്തുൻ സിമാറുൻ പഴങ്ങൾ, കസീറത്തുൻ ധാരാളം. അലൽ അഷ്ജാരി സിമാറുൻ കസീറത്തുൻ മരങ്ങളിൽ ധാരാളം പഴങ്ങളുണ്ട്. വീടിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇനി നമുക്ക് മദ്രസയെക്കുറിച്ച് പറയാം. ഹാദിഹി മദ്രസത്തുൻ ജമീലത്തുൻ ഇത് ഭംഗിയുള്ള മദ്രസയാകുന്നു. അൽ മദ്രസത്തു കബീറത്തുൻ മദ്രസ വലുതാകുന്നു. ഫീഹ തുല്ലാബുൻ കസീറത്തുൻ അതിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. തുല്ലാബുൻ വിദ്യാർത്ഥികൾ. അമാമൽ മദ്രസത്തി ബുസ്താനുൻ മദ്രസയുടെ മുന്നിൽ ബുസ്താനുൻ പൂന്തോട്ടം, ഒരു പൂന്തോട്ടമുണ്ട്. അൽ ബുസ്താനു മുംതലിഉൻ ബിൽ ആറാസി വൽ അസ്ഹാരി ബുസ്താനുൻ മുംതലിഉൻ ബുസ്താനിൽ എന്തൊക്കെ നിറഞ്ഞതാണ്? പൂന്തോട്ടത്തിൽ ചെടികളും പൂക്കളും നിറഞ്ഞതാണ്. അസ്ഹാർ പൂക്കൾ, ആറാസ് ചെടികൾ. വഹുവ ഖരീബും മിനൻ നുഹൈറി അത് തടാകത്തിന് സമീപത്താകുന്നു. പാഠം നന്നായി പഠിക്കാം. തദ്രീബാത്ത്. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. നഖ്റഉ നമുക്ക് വായിക്കാം. അല്ലാഹു അഫൂറുൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാകുന്നു. അൽ ഖുർആനു കിതാബുൻ അലീം ഖുർആൻ മഹത്തായ ഗ്രന്ഥമാകുന്നു. കിതാബുൻ അലീം അലീം മഹത്തായ. ഖുർആൻ മഹത്തായ ഗ്രന്ഥമാകുന്നു. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം വിജ്ഞാനം ഇസ്ലാമിൻ്റെ ജീവനാണ്. അൽ ഇൽമു വിജ്ഞാനം, ഹയാത്ത് ജീവൻ. വിജ്ഞാനം ഇസ്ലാമിൻ്റെ ജീവനാണ്. അടുത്തത് നുവഫിക്കു നമുക്ക് ബന്ധിപ്പിക്കാം. അസ്സൗമു ജദീദത്തുൻ നാസിലുൻ ഇബാദത്തുൻ അസ്സൗമു ഇബാദത്തുൻ നോമ്പ് ഒരു ആരാധനയാണ്. ഇബാദത്തുൻ ആരാധന. സൗമുൻ നോമ്പ്. അസ്സൗമു ഇബാദത്തുൻ നോമ്പ് ഒരു ആരാധനയാണ്. അസ്സാഅത്തു ജദീദത്തുൻ സാഅത്തുൻ വാച്ച്, ജദീദത്തുൻ പുതിയത്. അസ്സാഅത്തു ജദീദത്തുൻ വാച്ച് പുതിയതാകുന്നു. അൽ മത്വറു നാസിലുൻ മത്വറുൻ മഴ, നാസിലുൻ വർഷിക്കുകയാകുന്നു. അൽ മത്വറു നാസിലുൻ മഴ വർഷിക്കുകയാകുന്നു. അടുത്തത് നുൻഷി ബാലൽ ജുമലി ബി മുസാദത്തിൽ കലിമാത്തി താലിയ താഴെയുള്ള വാക്കുകളുടെ സഹായത്തോടെ ചില വാക്യങ്ങൾ നിർമ്മിക്കാം.
അതിലെ വാക്കുകൾ തന്നിട്ടുണ്ട്. അതെടുത്തിട്ട് ചില വാക്യങ്ങൾ, സെൻറ്റൻസ്, വാചകം നിർമ്മിക്കാനാണ് പറയുന്നത്. നമുക്ക് ഉത്തരം നോക്കാം. അല്ലാഹു അഫൂറുൻ. അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണ്. അൽ ഉസ്താദു ദാഹിബുൻ ഇലൽ മദ്രസത്തി. ഉസ്താദ് അഥവാ ഗുരുനാഥൻ മദ്രസയിലേക്ക് പോകുന്നവനാണ്. അൽ വലതു ഖാരി ഉൽ കിതാബ. ആൺകുട്ടി പുസ്തകം വായിക്കുന്നവനാണ്. അൽ ബിന്തു കാത്തിബത്തുൻ തദ്രീബ. പെൺകുട്ടി അഭ്യാസം എഴുതുന്നവളാണ്. തദ്രീബ അഭ്യാസം എഴുതുന്നവളാണ്. അൽ ഉമ്മു ജാലിസത്തുൻ അലൽ കുർസി. ഉമ്മ കസേരയിൽ ഇരിക്കുന്നവളാണ്. മാതാവ് കസേരയിൽ ഇരിക്കുന്നവളാണ്. അൽ ഉമ്മു പറഞ്ഞ ഉമ്മ അല്ലെങ്കിൽ മാതാവ്. ജുംലത്തുൽ ഇസ്മിയ നാമപ്രധാന വാക്യം. നാമം കൊണ്ട് തുടങ്ങുന്ന വാചകങ്ങളെയാണ് നാമപ്രധാന വാക്യം എന്ന് പറയുന്നത്.